മൂവിയുടെ മെയിൻ എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്ന ഒരു ക്യാമിയാണ്. കാരണം നമ്മൾ ആ ഒരാളെ ഈ ഒരു സിനിമയിൽ ഒട്ടും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പ്രതീക്ഷിക്കാത്ത ഒരാൾ പ്രതീക്ഷിക്കാതെ ക്യാമിയോ ആയിട്ട് വന്നാൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പക്ക. ഈ ഒരു മൂവിയുടെ മെയിൻ ഹൈലൈറ്റ് തന്നെ ഈ ഒരു ക്യാമിയാണ്. വിക്രം സിനിമയിലെ ക്രോളക്സ് ആയിട്ട് വരുന്ന സൂര്യന്റെ ക്യാമിയോ സ്പോയിലർ കൊണ്ട് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിലോ ഈ ഒരു മൂവിയിൽ ഈ ഒരു ലാസ്റ്റ് വരുന്ന ഒരു പക്ക ക്യാമിയോ നിങ്ങൾക്ക് മസ്റ്റ് വാച്ചാണ്. ബേസിക്കലി ഈ മൂവി കാണാൻ പോയത് ഹനാൻഷ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാ. ഹനാൻഷ മൊത്തത്തിൽ സിനിമയുണ്ട്, പക്ഷെ ഹനാൻഷന്റെ ഡയലോഗ് വെറുതെ വന്ന ഹിപ്സ്റ്ററിന് ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഹിപ്സ്റ്ററൊക്കെ ഒരു ക്യാമിയോ ആണ്. ഹിപ്സ്റ്റർ മാത്രമല്ല വേറൊരു ഇൻഫ്ലുവൻസർ കൂടി ഉണ്ട്. പക്ഷെ ആള് നിങ്ങൾ കൊറോണ ടൈമിലെല്ലാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ ആളെ പെട്ടെന്ന് തന്നെ കത്തുന്നതായിരിക്കും. എന്നിട്ട് സിനിമ അതിന് പുറത്ത് വന്നിട്ട് ഇവരൊക്കെ ക്യാമിയോ ഇടാന്ന് ഞാൻ പിള്ളേരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഇതൊക്കെ ട്രെയിലറിൽ ഉണ്ടാന്ന്. പിന്നെ നമ്മൾ ട്രെയിലർ ഒന്നും കണ്ട് സിനിമയ്ക്ക് പോകാറില്ലോ, ഫുൾ ആ ഒരു എക്സ്പീരിയൻസ് ഇട്ടാൽ ട്രെയിലറൊക്കെ സ്കിപ്പ് ചെയ്യും. മൊത്തത്തിൽ സിനിമയുടെ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇല്ലീഗൽ സ്റ്റഫ് എല്ലാം കടത്തുന്ന ഒരു നോർമൽ സിനിമ അത്ര പറയാനുള്ളൂ. 1 മാസ് പക്ക ആക്ഷൻ അങ്ങനെ പറയാനല്ലോ, ഒരു നോർമൽ സിനിമ. പക്ഷെ എന്റെ മെയിൻ എന്നാ വീണ്ടും പറയണു ലാസ്റ്റിലെ ആ ഒരു ക്യാമിയോ പെർഫെക്റ്റാ. ക്യാമിയോടെ ആ ഒരു എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തിയേറ്ററിൽ പോയി കണ്ടോ, അല്ലെങ്കിൽ ഈ സ്പോയിലറൊക്കെ അടിച്ചിട്ട് ക്യാമിയോ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഗുമ്മൊക്കെ പോവും. അപ്പൊ പിന്നെ അത്രേ പറയാനുള്ളൂ. സിനിമ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സിനിമ, വലിയ ട്വിസ്റ്റ് അയ്യോ മാസ് അങ്ങനെയൊന്നും പറയാനില്ല. അപ്പൊ പിന്നെ ഇതേപോലത്തെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് വെറുതെ ഫോളോ ചെയ്ത് വെച്ചോ. അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ വേഗം തിയേറ്ററിൽ പോയി കണ്ടാൽ ക്യാമിയോ അറിയാതുള്ള പെർഫെക്റ്റ് ഫീൽ കിട്ടും. അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റിവ്യൂ ഒക്കെ കണ്ട് മൊത്തത്തില് ട്രെയിലറും സ്പോയിലറും എല്ലാം അറിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. അത്ര പറയാനുള്ളൂ. സോ ഓക്കെ, ബൈ.